വി ദ പീപ്പിളിലേക്ക് സ്വാഗതം. വിചിത്ര രാഷ്ട്രീയ കാഴ്ചകളുടെ ദിവസമായിരുന്നു ഇന്ന്. KPCC പ്രസിഡന്റ് പദവിയിലേക്ക് കെ സുധാകരൻ വളരെ ശക്തമായി, വളരെ ആവേശത്തോടെ, അല്ലെങ്കിൽ ആ പദവിയിലേക്ക് ഉടനടി തിരിച്ചെത്തണം എന്ന നിലയിൽ നിശ്ചയദാർഢ്യത്തോടെ പാർട്ടിക്കുള്ളിൽ വളരെ കടുപ്പത്തോടെ നിലപാട് സ്വീകരിച്ച് അത് പിടിച്ചെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കസേരയിൽ ചെന്നിരുന്ന ദിവസമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പദവി കൈകാര്യം ചെയ്ത MM ഹസൻ ആകട്ടെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. UDF ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ആ ചടങ്ങിന് സാക്ഷിയാകാൻ നിന്നതുമില്ല. ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ അതൃപ്തി, കെ സുധാകരൻ്റെ അതൃപ്തി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറയുകയും ചെയ്തു. അപ്പോൾ വി ദ പീപ്പിൾ ഇന്ന് സംസാരിക്കുന്നത് ഇതേക്കുറിച്ചാണ്. മാത്യു കുഴൽനാടൻ അദ്ദേഹം കൊടുത്ത ഹർജി തള്ളി വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം നേരിട്ട സാഹചര്യത്തിലാണ് സംഘടനാപരമായി കോൺഗ്രസ് ഒരു പുതിയ അവസ്ഥയിലേക്ക് കൂടി ചെന്നുപെടുന്നത്. അപ്പോൾ ആ നിലയിലുള്ളൊരു പൊതു സാഹചര്യം വരുന്നുണ്ട്. എനിക്കൊപ്പം മനു, നീലിമ, അതുപോലെ നൃപൻ എന്നിവരാണ് വി ദ പീപ്പിളിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ നീലിമ, ഇന്നും ഇതിനൊക്കെ സാക്ഷിയാകേണ്ടി വന്നയാൾ നൃപനാണ് അല്ലേ? അതായത് ഏതാണ്ട് പിടിച്ചെടുത്ത് KPCC പ്രസിഡന്റിൻ്റെ കസേര പിടിച്ചെടുത്ത് അതിൽ ചെന്ന് കയറി ഇരുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് കെ സുധാകരൻ സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു. ആദ്യമായി പ്രസിഡന്റ് ആയ പോലത്തെ ഒരു തോന്നൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ആളുകൾ വരാതിരിക്കുന്നു. VD സതീശനെ ബഹുമുഖ വൈഭവമുള്ളയാളാണെന്ന് വിളിക്കുന്നു. ഹസൻ വരേണ്ടതായിരുന്നു എന്ന് പരസ്യമായി പറയുന്നു. വരാത്തതിലുള്ള അതൃപ്തി പറയുന്നു. അപ്പോൾ അടിമുടി കെ സുധാകരൻ ഇക്കാര്യത്തിൽ ആകെയുള്ള അതൃപ്തി എല്ലാ നിലയ്ക്കും ഇന്ന് പ്രകടമാക്കുകയായിരുന്നു. വാർത്താ സമ്മേളനത്തിലാവട്ടെ, അവിടുത്തെ പൊതുപെരുമാറ്റത്തിലാവട്ടെ, എല്ലാം നൃപൻ നേരിട്ട് കണ്ടത്. കെ സുധാകരൻ്റെ എല്ലാ നീരസവും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളിലുണ്ട്. ഒപ്പം തന്നെ കെ സുധാകരനെ ഇന്ന് ആനയിച്ചു കൊണ്ടുവന്നതെല്ലാം സുധാകരൻ അനുകൂലികൾ മാത്രമാണ്. അതായത് KPCCയിലെ ചുരുക്കം ചില തിരുവനന്തപുരത്തുള്ളത് ജനറൽ സെക്രട്ടറിമാരും കുറച്ചുപേരെ ഉണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറിമാർ ആകെ ഉള്ളത് 19-ലധികം പേരുണ്ട്. അതിൽ വളരെ തിരുവനന്തപുരത്തുള്ള GS ബാബു, സുബോധനൻ, ഒപ്പം തന്നെ N ശക്തൻ തുടങ്ങിയ വളരെ ചുരുക്കം ചില തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഭാരവാഹികൾ. പിന്നെ കണ്ണൂരിൽപ്പെട്ട നേതാക്കളും ഇല്ല. ബാക്കി ഉണ്ടായിരുന്നത് ബഹുജന സംഘടനകളും പോഷക സംഘടനകളും KCയിലും ഒക്കെ ഉണ്ടായിരുന്ന സുധാകരൻ അനുകൂലികൾ മാത്രമാണ് ഇന്ന് അദ്ദേഹത്തെ മുദ്രാവാക്യം വിളിച്ച് ആനയിച്ചു കൊണ്ടുപോയി. ഒരു പ്രത്യേക സിറ്റുവേഷൻ KPCC ആസ്ഥാനത്ത് തീർക്കുകയായിരുന്നു. ഇത് വളരെ മറുസെറ്റാകെ പൂർണ്ണമായി അതായത് ചെന്നിത്തല പോലെ നേതാക്കൾ ദേശീയ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്താണ്. പക്ഷേ VD സതീശൻ കേരളത്തിലുണ്ട്. അദ്ദേഹം ഇന്ന് കൊച്ചിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ MM ഹസൻ, ശരത്തിനെ സൂചിപ്പിച്ചു, MM ഹസനാണ് ആക്ടിംഗ് പ്രസിഡന്റ്. അദ്ദേഹം ഈ പദവി കൈമാറുമ്പോൾ സ്വാഭാവികമായി പദവി ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട ആൾ ഹസനായിരുന്നു. അതെ, ശരിയായ വണ്ണമാണെങ്കിൽ ഹസന് നന്ദി പറഞ്ഞ് ഈ കാലയളവിൽ പാർട്ടിയെ നന്നായി നയിച്ചു എന്നൊക്കെ അങ്ങോട്ടും പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് വീണ്ടും സുധാകരനെ ഏൽപ്പിക്കുന്നതിലുള്ള സന്തോഷം അറിയിച്ചൊക്കെയാണ് ശരിയായ രീതിക്കാണെങ്കിൽ ആ പദവി അല്ലെങ്കിൽ ഇന്നത്തെ ആ ചടങ്ങ് ഉണ്ടാവേണ്ടത്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ നീരസം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നീരസം മുഴുവൻ ഏറെക്കുറെ നേരായ ഭാഷയിലും അല്ലാതെയും പരോക്ഷമായി സുധാകരൻ പറഞ്ഞു. അതാണ് ശരത് നേരത്തെ പറഞ്ഞു, അദ്ദേഹം നിറച്ച് വേറെ ഒരുപാട് വൈഭവമുള്ള ഒരാളാണ്. അദ്ദേഹം ബഹുമുഖ പ്രതിഭയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് സുധാകരൻ മാത്രം വൈഭവമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയും. ഹസനെ സംബന്ധിച്ച് പറഞ്ഞത്, ഹസനെ ഇവിടെ ഉണ്ടാകുന്ന അനിവാര്യ പറഞ്ഞു വെച്ചാൽ നോക്കുമ്പോൾ ഭേദമാണ്. ആലപ്പുഴയിലായിരുന്നു. പത്തനംതിട്ടയിൽ അവരന്ന് എന്താണ് സമരാഗ്നിയുടെ ഭാഗമായി വാർത്താ സമ്മേളനം റദ്ദാക്കുകയാണ് ചെയ്തത്. ആലപ്പുഴയിലാണ്, ആലപ്പുഴയുടെ പശ്ചാത്തലത്തിലാണ് അത് റദ്ദാക്കിയത്. അതെ. ആലപ്പുഴ കഴിഞ്ഞ് നേരെ പത്തനംതിട്ട. ആ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ദേഷ്യത്തോടെ VD സതീശനെ കുറിച്ച് പറഞ്ഞതൊക്കെ നാട്ടുകാർ കേട്ടു. അല്ല, അത് ഇന്ന് അദ്ദേഹം ഏറ്റവും നല്ല മലയാളത്തിലൂടെ തന്നെ അത് തിരിച്ചു പിടിച്ചു. ബഹുമുഖ വൈഭവമുള്ള പരീക്ഷണമാണ്. രാഷ്ട്രീയ ശത്രുക്കളെ വേണമെങ്കിൽ നമുക്ക് ആ വാക്ക് ഉപയോഗിച്ച് ഇനി വിശേഷിപ്പിക്കാം. ബഹുമുഖ വൈഭവം അത് പറഞ്ഞു. അത് എത്ര. അപ്പോൾ നീലിമ, ഇതിനകത്ത് എന്താ വെച്ചാൽ, സാധാരണ ഇപ്പോൾ AICC വളരെ പൊടുന്നനവേ ഇന്നലെ പെട്ടെന്ന് ഉത്തരവിറക്കുന്നു, നാളെ തന്നെ അല്ലെങ്കിൽ ഉടൻ തന്നെ കെ സുധാകരൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രസിഡന്റ് പദവി ഏറ്റെടുത്തോട്ടെ. പക്ഷേ നേരത്തെ വന്ന ഉത്തരവ് എന്താണ്? ഉത്തരവെന്ന് പറഞ്ഞാൽ AICCയുടെ നിർദ്ദേശം എന്താണ്? തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തീരും വരെ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റിസൾട്ട് വരുന്നത്. ഇദ്ദേഹമാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇനി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനൊക്കെ അവിടെ നിന്ന് നിയന്ത്രിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യേണ്ട ആളാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ട ആളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഹസനെ മാറ്റിയതിന്
ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ന്യായീകരണം പറയാനുണ്ടോ? ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ന്യായീകരണമല്ലാതെ അത് കെ സുധാകരൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് സമയം മുമ്പ് ഹസൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖമുണ്ട്. അതിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇത്രയും ദിവസമായി KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അങ്ങ് തിരിച്ചെത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം, ഞാൻ ഒഴിയണമോ എന്നുള്ളൊരു ചോദ്യം ഹസനിൽ നിന്നുണ്ടായില്ല, VD സതീശനിൽ നിന്നുണ്ടായില്ല, ബന്ധപ്പെട്ടവരിൽ നിന്ന് ആരും ഉണ്ടായില്ല. അപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് വളരെ നമുക്ക് പ്രകടമാണ് ഈ എല്ലാ ഗ്രൂപ്പുകളും കൂടി ചേർന്ന് കെ സുധാകരനെ ഒതുക്കുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ദീപാദാസ് മുൻഷിയെ വിളിച്ച് വളരെ കയർത്ത് കെ സുധാകരൻ സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോൺസിക്വൻസസ് വളരെ ഗുരുതരമാകും പരസ്യമായി പറയും എന്നുള്ള തരത്തിലൊക്കെ, അതായത് ആ വിരട്ടലിനാണ് യഥാർത്ഥത്തിൽ ഇന്ന് KPCC അധ്യക്ഷ സ്ഥാനം കെ സുധാകരനെ ഏറ്റെടുക്കാൻ. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് അവലോകന യോഗവും പാവം ഹസനാണ് KPCC പ്രസിഡന്റായി നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തൽ നടത്താനൊക്കെയുള്ള നിർദ്ദേശമൊക്കെ കൊടുത്ത് ജൂൺ 4 വരെ ഈ പദവിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നിലയിലുള്ള പണിയൊക്കെ എടുക്കാൻ തയ്യാറായി നിന്ന ഹസനാണ് പൊടുന്നനവേ ഇന്നലെ പകലുവരെ അല്ലേ നിർപ്പൻ ഒരു സൂചനയും ഹസൻ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വാർത്താ സമ്മേളനം നടത്താൻ കൂടി ഹസൻ തയ്യാറായിരുന്നു. പിന്നീട് ഹസൻ റദ്ദാക്കി. അപ്പോൾ ഹൈക്കമാൻഡ് പെട്ടെന്ന് തിരിയുന്നു എന്ന് കണ്ടതോടുകൂടി സംഭവിച്ചത്. ഇവിടുത്തെ ഒരു കാര്യം, ജൂൺ 4 വോട്ടുണ്ടെന്ന് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ്റെ വിജയം എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക അദ്ദേഹത്തിനുണ്ട് എന്നുകൂടി ഇതിലൂടെ പ്രകടമാവുകയല്ലേ. ഇനി തോറ്റുകഴിഞ്ഞാൽ ഈ പദവിയിലേക്ക് തിരിച്ചു വരാൻ നേരത്തെ നീലിമ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടാകാം, മറ്റുള്ളവർ കുറെ കൂടി ശക്തമായി സംഘടിതമായി തനിക്കെതിരെ നീങ്ങാം എന്ന ഒരു ചിന്തയിൽ നിന്നാണോ മനുവിൻ്റെ കണക്കൂട്ടൽ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നീലിമ പറഞ്ഞതുപോലെ ദീപദാസ് മുൻഷിയോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടാകാം, അതിനപ്പുറത്തേക്ക് അപമാനിച്ച് ഇറക്കി വിടാനാണ് നീക്കം. അങ്ങനെയാണെങ്കിൽ വിവരമറിയും എന്ന രീതിയിൽ KCയോട് സംസാരിച്ചിട്ടുണ്ട്. വിവരം എന്തായിരിക്കും? അത് നേരത്തെ തന്നെ അദ്ദേഹം രാവിലെ നിർബൻ പറഞ്ഞതുപോലെ ലൈവിൽ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. I will go എന്ന് അദ്ദേഹം അത് ഞാൻ പറയുന്നില്ല, കാരണം അതാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അല്ല, അത് സമൂഹത്തിന് മുമ്പിൽ ഓൾറെഡി അദ്ദേഹം സെറ്റ് ചെയ്തിട്ടൊരു ഡയലോഗാണ്. എനിക്ക് തോന്നിയാൽ എനിക്ക് പോകണമെന്ന് തോന്നി. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ തലേ ദിവസം പോലും ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന നമ്മൾ കണ്ടതാണ്. ഇത് ഒരിക്കലും നിഷേധിച്ചില്ല. ഇതായിരിക്കാം നമ്മൾ അങ്ങനെ കരുതേണ്ടി വരും. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇദ്ദേഹം KPCC പ്രസിഡന്റായിട്ട് ആദ്യം വരുന്ന സമയത്ത് ആ വാർത്ത വരുമ്പോൾ ഞാൻ കാസർഗോഡ് നിൽക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് നമ്മുടെ ചാനലിൽ ഞാൻ യൂട്യൂബിൽ ഇത് കാണുകയാണ്, അദ്ദേഹത്തെ KPCC പ്രസിഡന്റായിട്ട് തീരുമാനിക്കുന്നു, വരാൻ പോകുന്നു. എന്നിട്ട് അല്പസമയം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ DCC ഓഫീസിൻ്റെ മുൻപിൽ പട നയിക്കാൻ KS എന്ന് പറഞ്ഞിട്ട് ഒരു തീയുടെ പശ്ചാത്തലത്തിൽ സിംഹത്തിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വലിയൊരു ഫ്ലെക്സ് തയ്യാറാക്കുകയാണ്. വലിയ ആവേശമായിരുന്നു. സിംഹമാണെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഇന്നത്തേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ സിംഹം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് കെ സുധാകരൻ എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ സുധാകരൻ്റെ അവസരത്തിലും അനാവസരത്തിലുമുള്ള പ്രതികരണങ്ങൾ വലിയ തോതിൽ ആ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്കാണ് അവരുടെ നേതൃത്വം എത്തി നിൽക്കുന്നത്. അതിപ്പോൾ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ലാസ്റ്റ് ലീഗിന്റെ 3ാം സീറ്റ് വിഷയത്തിൽ പോലും അത് ഇത്രയും വഷളാക്കിയത് കെ സുധാകരന്റെ പ്രസ്താവനകൾ. അതായത് ലീഗ് മുന്നണി വിട്ടാലും വേറെ പാർട്ടികൾ ഇതിലേക്ക് വരാനുണ്ട്, അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു പരാമർശം ലീഗിനെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ച ഒരു സാഹചര്യം. ഇപ്പോൾ മനു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സമീപകാലത്തെ കെ സുധാകരന്റെ പ്രവർത്തനങ്ങളും പരാമർശങ്ങളും ഒക്കെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംസാരങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. ഈ ചർച്ചയിൽ നമ്മൾ അതിലേക്ക് പോകുന്ന ഒരു വ്യക്തിപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള ചർച്ചയിലേക്കൊന്നും നമ്മൾ പോകേണ്ടതായിട്ടില്ല. പക്ഷേ നിർവൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, മനു പറഞ്ഞ പ്രശ്നം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി നേരിടുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് ആ പാർട്ടി ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? കെ സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്ത് അദ്ദേഹത്തെ ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ ഒരു അനിവാര്യത ചൂണ്ടിക്കാട്ടാൻ ഉള്ള ഒരു ശേഷി നേതൃത്വത്തിന് ഇല്ലാതെ പോകുന്നുണ്ടോ? ശരത്ത്, ഇപ്പോൾ മനു പറഞ്ഞതും ശരത്ത് പറഞ്ഞതിലേക്കും എത്തുന്നതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ തത്വത്തിൽ മുതിർന്ന നേതാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ അത് എങ്ങനെ മാറ്റും, അതിനുള്ളൊരു ഫോർമുലയാണ് ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്നത്. സുധാകരൻ എന്തും ചെയ്യും എന്നതാണ് അവരെ ഭയപ്പെടുത്തുന്ന കാര്യം. കാരണം സുധാകരനെ സംബന്ധിച്ച് നേരത്തെ വാക്ക് ഉപയോഗിച്ചാൽ ആ പദം ഉപയോഗിക്കുകയാണെങ്കിൽ സുധാകരൻ BJPയിൽ പോകും. അത് എന്നാണ് കാലവിളംബം മാത്രമേ ബാക്കിയുള്ളൂ, ഉറപ്പാണ്.
അത് പോകും. അത് സുധാകരനും അറിയാം. സുധാകരൻ ഇത് ബാർഗെയിൻ ചെയ്യുന്നത് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ, ശരത്ത് സൂചിപ്പിച്ചതുപോലെ, കണ്ണൂരിൽ പരാജയപ്പെട്ടാൽ തിരിച്ചിങ്ങോട്ട് വരണ്ട, മറിച്ച് KPCC അധ്യക്ഷ പദവിയിലിരുന്നാൽ ഉപാധി വയ്ക്കാം, സുധാകരൻ ഉപാധി വയ്ക്കാം, തുടരാം. ഇന്ന് അദ്ദേഹം പറഞ്ഞു തുടരാം. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഈ പാർട്ടിയെ ഈ കസേരയിൽ നിന്ന് ഞാൻ നയിക്കും എന്നല്ലേ പറഞ്ഞു? തീർച്ചയായും. അപ്പോൾ ഇത് ഈ കോൺഗ്രസിന്റെ നിലവിലെ സംഘടനാ പശ്ചാത്തലത്തിൽ ഒരു ഘട്ടത്തിലും VD സതീശനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സുധാകരനും ഒന്നിച്ചു പോകുന്നേയില്ല. കാരണം ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്നുള്ള ഒരു രഹസ്യമായി പലരും ചർച്ച ചെയ്യേണ്ടി വരും. ഒരു രാത്രി കഴിഞ്ഞാൽ സുധാകരൻ വേറൊരാളാണ്. ഒരു പരിപാടി, സംഘടന പുനഃസംഘടനയാകട്ടെ, താഴെത്തട്ടിലുള്ള ആൾക്കാർ ഗ്രൂപ്പുകളുടെ വീതം വയ്പ്പലാകട്ടെ, ഇതെല്ലാം പൊളിക്കുന്നത് സുധാകരനൊപ്പം നിൽക്കുന്ന അനുയായികളുടെ ഒരു വൃന്ദമാണ്. ഇന്നലെ നമ്മൾ പരാമർശിച്ച പേരുകാരനടക്കം KPCC ആസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ പത്രസമ്മേളനത്തിലെ മോശം അനുഭവത്തിന് ശേഷം VD സതീശൻ പറഞ്ഞത് ഇനി ഒരു ഇഞ്ച്, KC വേണുഗോപാലിനെ വിളിച്ച് പറഞ്ഞു, ഇനി ഒരു ഇഞ്ച് ഇദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഞാൻ പദവി ഒഴിയാൻ തയ്യാറാണ് എന്നതാണ് VD സതീശൻ വച്ച മുന്നോട്ട്. അവിടെ മറ്റൊന്നുകൂടി മറ്റൊരു വാർത്ത കണ്ടിരുന്നു, നിർബന്ധന ചെയ്തൊരു വാർത്തയിൽ പൊതുവിൽ ഒന്നാണെന്ന് വിചാരിക്കുക. അതായത് താൻ ഒഴിയണമെന്നാണ് പാർട്ടി പറയുന്നതെങ്കിൽ VD സതീശനും കൂടെ ഒഴിയണം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു അസാമാന്യമായ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാണ് കേരളത്തിൽ അവതരിപ്പിച്ചത്. AI ഗ്രൂപ്പുകളെ അസ്തമിച്ച വിധത്തിൽ എത്തിപ്പെടുത്തി, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയ ശേഷം ഒരു പുതിയ ലീഡർഷിപ്പായി, ഒരു പുതിയ നേതൃത്വം, പുതിയ കാലം എന്നൊക്കെ നിലയിലേക്ക് VD സതീശനും അതുപോലെ K സുധാകരനും ഇപ്പോൾ അകൽച്ചയുടെ പരമാവധിയിലെത്തി നിൽക്കുന്ന ഒരവസ്ഥ ഇന്നത്തെ ഒരു ദിവസം കുറെ കൂടി ശക്തമായ ആളുകൾക്ക് ബോധ്യപ്പെട്ടു അല്ലേ? അതെ, അതായത് ഈ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ KC വേണുഗോപാൽ, VD സതീശൻ, K സുധാകരൻ, ഈ ത്രിമൂർത്തി സംഘമാണ് ഇനി കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് എന്നുള്ളൊരു ധാരണ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നല്ലോ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് K സുധാകരൻ എത്തുന്നത്. പക്ഷേ ആ കോമ്പിനേഷൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമായും ഇവർ തമ്മിൽ അകലുന്നൊരു സാഹചര്യമുണ്ടായി. VD സതീശനും KC വേണുഗോപാലും ഒരു പക്ഷത്ത് നിൽക്കുകയും K സുധാകരൻ മറുചേരിയിൽ നിൽക്കുന്നു. ഒപ്പം നിലവിലുള്ള എല്ലാ ഗ്രൂപ്പുകളും കൂടി K സുധാകരന് പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം കൂടി വന്നു ചേർന്നു. യഥാർത്ഥത്തിൽ ഒരു സൗമനസ്യം കാണിച്ച രമേശ് ചെന്നിത്തല മാത്രമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരനെ നിലനിർത്തണം എന്നുള്ള കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വിരുദ്ധാഭിപ്രായം തന്നെയായിരിക്കുമല്ലോ. കാരണം അദ്ദേഹവും ആ സീറ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ഇപ്പോൾ സുധാകരൻ പൂർണ്ണമായും അതിലെനിക്കൊരു ഇപ്പൊ രമേശ് ചെന്നിത്തല ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുമോ? അദ്ദേഹം ഇന്നത്തെ സാഹചര്യത്തിലല്ല, ഈ ചുമതല കൊടുക്കുന്ന ഘട്ടത്തിൽ ഈ ചുമതല മാറി തീരുമാനിക്കുന്നതിൽ പ്രഥമമായി പരിഗണിച്ചത് പേര് രമേശ് ചെന്നിത്തലയായിരുന്നു. അത് കാരണം രമേശ് ചെന്നിത്തല അത് ഏറ്റെടുക്കാത്ത കാര്യം ദേശീയ രാഷ്ട്രീയത്തിലേക്കും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തക സമിതി അംഗമെന്നതിൽ ഏതൊക്കെയാണ് ചോയ്സ് എന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ താൽക്കാലിക പ്രസിഡന്റ് പദവി ഏറ്റെടുക്കണ്ട എന്നതായിരുന്നു താഴേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അവിടെ തന്നെ K മുരളീധരന്റെ പ്രസ്താവന ശ്രദ്ധിക്കണം. VD സതീശൻ നിശബ്ദനായി നിന്ന് പാർട്ടിക്കകത്ത് K സുധാകരനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുറുമുറുപ്പ്, ഭിന്നത KCയിലൂടെ പാർട്ടി നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ K മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം വളരെ ശക്തമാണ്, വളരെ പ്രകടമാണ്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കണക്കാക്കി ഞങ്ങളിത് പരിഹരിക്കും എന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ ഏതാണ്ടെല്ലാം കൈവിട്ടിട്ടുണ്ട്. 20-20 എന്ന് പറയുമ്പോഴും ഇവരെല്ലാവരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പരാതികൾ പറഞ്ഞ ആളുകളാണ്. MK രാഘവൻ, അതുപോലെ K മുരളീധരൻ. അപ്പോൾ അത് നേരിട്ട് കൊള്ളുന്നത് K സുധാകരനിലേക്കും അതുപോലെ തന്നെ VD സതീശനിലേക്കുമല്ലേ? തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞത്. ഈ കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു ഇദ്ദേഹത്തെ മാറ്റുക എന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് K മുരളീധരൻ പരസ്യമായിട്ട് പറഞ്ഞത് സംഘടനാ ദൗർബല്യമുണ്ട്. സംഘടനാ ദൗർബല്യമുണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് അധ്യക്ഷനാണ്. അപ്പോൾ അതിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ അധികമൊന്നും പോകേണ്ട, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് അടുത്ത വർഷം, അതിനു മുൻപ് തന്നെ ഇതിലൊരു പൂർണ്ണമായ തീരുമാനത്തിലേക്ക് പോകണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് K മുരളീധരൻ അത് പറഞ്ഞത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സുധാകരൻ അതിന് ചെക്ക് കണ്ടു കാണൂ. KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന് ഒരു കണ്ട് ഉള്ള ആളാണ്, താല്പര്യമുള്ള ആളാണ്. പക്ഷേ അതിന് ചെക്ക് വയ്ക്കുകയാണ് സുധാകരൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേതൃമാറ്റമാണെങ്കിൽ ശരി, ഞാൻ മാത്രമല്ല നേതാവ്, അവിടെ പ്രതിപക്ഷ നേതാവും കൂടി ഉണ്ട്. ഒറ്റ യൂണിറ്റ് ആയിരുന്നു. അതെ, നമുക്കൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിയാം. അതെ, VD സതീശൻ, K സുധാകരൻ എന്നുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഒഴിയാം. ശരി, ഞാൻ മാത്രമാക്കണ്ട, കൂടെ എന്ന സതീശനും പോരട്ടെ എന്ന് പറഞ്ഞ് അതിന് ചെക്ക് വെച്ചു. അതിന് ചെക്ക് വെച്ചിട്ട് പുള്ളി കൃത്യമായ ഒരു മെസ്സേജ് ഹൈക്കമാൻഡിന് നൽകി, KC വേണുഗോപാലിന് നൽകി. എന്നെ അങ്ങനെ അപമാനിച്ചിറക്കി വിടാനാണെങ്കിൽ അത്
നാശത്തിനായിരിക്കും. വിവരമറിയും കോൺഗ്രസ് എന്ന് തന്നെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഡൽഹി PCC അധ്യക്ഷൻ ഇപ്പോൾ BJP അരവിന്ദ് യിലേക്ക് സാഹചര്യമുണ്ട്, ലവ്ലി. കേരളത്തിന്റെ PCC അധ്യക്ഷനും കൂടി ഇത്തരത്തിൽ BJP യിലേക്ക് പോകുന്നൊരു സാഹചര്യം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നത് വരെയെങ്കിലും കെ സുധാകരൻ ഈ പാർട്ടിയിൽ തുടരേണ്ടത് കോൺഗ്രസിന് അനിവാര്യതയാണ്. പക്ഷേ ജൂൺ 4-ന് ശേഷം ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ് കോൺഗ്രസിന്റെ നില എന്താകും എന്നതിനെ ആശ്രയിച്ചാകും ഒരുപക്ഷെ കെ സുധാകരന്റെ നിലനിൽപ്പ്. ഒരുപക്ഷെ ജൂൺ 4 വരെ മാത്രമേ ഒരുപക്ഷെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരന് തുടരാൻ കഴിയുള്ളൂ ഒരു സാഹചര്യം. പക്ഷേ നോക്കൂ, ഈ ഘട്ടത്തിൽ കെ സുധാകരനാണ് വിജയിച്ചത്. കെ സുധാകരൻ പിടിച്ച പിടിയാലെ വാങ്ങിച്ചെടുത്തു. സ്വാഭാവികമായും ജൂൺ 4 കഴിഞ്ഞ് പിടിച്ചെടുക്കുകയാണ്. ജൂൺ 4-ന് ശേഷം സ്വാഭാവികമായി അദ്ദേഹത്തിന് ആകാതിരിക്കാം, എല്ലാം സംഭവിക്കാം. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം ആഗ്രഹിച്ച സ്ഥലത്ത് അദ്ദേഹത്തിനെതിരായി നടക്കുന്ന പടനീക്കത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തി വളരെ കൃത്യമായി ഇത് വാങ്ങിച്ചെടുത്തു. ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ നേതൃമാറ്റം എന്നത് കോൺഗ്രസ് രാഷ്ട്രീയ സംസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് നേരെ നീങ്ങുമ്പോൾ അദ്ദേഹം ഒരു മെസ്സേജ് കൊടുത്തു, ഞാൻ ഒഴിഞ്ഞാൽ VD സതീശൻ ഒഴി, എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപോലെ ഉത്തരവാദിത്വമാണ്. അപ്പം നേതൃമാറ്റം എന്ന് പറയുന്ന ഒരു ചർച്ചയിലേക്ക് കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ പോയാൽ അത് VD സതീശനെയും ബാധിക്കാവുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, പ്രതിപക്ഷം എവിടെ നിൽക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വരാൻ പോകുന്ന റിസൾട്ട്, ഇതിനൊക്കെ അനുബന്ധമായി ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് മാത്രം നേതൃമാറ്റത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്നല്ലേ കെ സുധാകരൻ. അതാണ് കാര്യം. കഴിഞ്ഞ നേതൃയോഗത്തിനകത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് UDF-ന് മുൻകൈ നേടിയാൽ പോലും അത് സംഘടന ശക്തി കൊണ്ട് ഉള്ള വിജയമായി കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം 4-ാം തീയതി ചേർന്ന KPCC നേതൃയോഗത്തിലുണ്ടായ ധാരണ. അതായത് സംഘടന ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ആരെയും പക്ഷം ചേർന്ന് പറയില്ല. കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷന്മാരിൽ സമ്പൂർണ്ണ പരാജയമായ KPCC അധ്യക്ഷനാണ്. അദ്ദേഹം കൊണ്ടുവന്നതെല്ലാം ഈ പറഞ്ഞ സെമി കേഡർ, CUC, യൂണിറ്റ് കമ്മിറ്റി ഒക്കെ പൊളിഞ്ഞ് തരിപ്പണമായി. ഇതെല്ലാം 137 കണ്ടല്ലേ നമ്മൾ ഇതിനെ കൊടുത്ത ശബ്ദരേഖ. ഇത് VD സതീശനും കെ സുധാകരനുള്ള ശബ്ദരേഖയിൽ അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യാണ്, പരാജയങ്ങൾ ഓരോന്നും കണക്കില്ല, പിരിച്ച പണം എവിടെ. അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ, വളരെ പ്രധാനപ്പെട്ട. അതും തെരഞ്ഞെടുപ്പ് കാലത്തായി സെമി കേഡർ സംവിധാനം ഉണ്ടാക്കിയ കോൺഗ്രസിനകത്താണ് ബൂത്തിൽ ഇരിക്കാൻ ആളില്ലാത്ത സ്ഥിതി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുണ്ടായത്. അത് വലിയ വിഷയമാണ്. ഈ പറഞ്ഞ സുധാകരൻ കണ്ണൂരിലെ പൊളിറ്റിക്സിൽ CPM-നെ ഇഞ്ചോടിഞ്ച് നേരിട്ട് പോരാടുന്നു എന്ന നിലയിലേക്ക് ഒരു പ്രൊജക്ഷനിലേക്ക് വളർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ കഴിവും പക്വതയുള്ള ഒരാളല്ല എന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. മുല്ലപ്പള്ളിയെ അവഹേളിച്ചിറക്കി വിട്ടതിന് ശേഷം ഇന്ന് വരെ മുല്ലപ്പള്ളി KPCC ആസ്ഥാനത്ത് കയറിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്ന് കെ സുധാകരൻ ഈ KPCC വടകരയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ പോയിട്ടുള്ള സംശയമുണ്ട്. ഷാഫി വീട്ടിൽ പോയി കാണുക. വിശ്വസ്തരോട് മുല്ലപ്പള്ളി വിളിക്കുമ്പോൾ ടെലിഫോണിലൂടെ മാത്രമാണ് അദ്ദേഹം ബന്ധപ്പെടുന്നത്. പറയുന്നത് എന്ന് ഈ പറഞ്ഞ മനുഷ്യൻ KPCC ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകും അന്ന് മാത്രമേ ഞാൻ ഇന്ദിരാഭവനിൽ വരുമെന്ന് പറഞ്ഞിട്ട് ശബ്ദമെടുത്ത് മാറിപ്പോയ ആളുണ്ട്, VS സുധീരൻ. അതുകൊണ്ട് സമ്പൂർണ്ണ പരാജയമാണ്. പക്ഷെ ശരത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് പൂർണ്ണമായി ബ്ലെയിം ചെയ്ത് സുധാകരനിലേക്ക് മാത്രം മാറ്റാനുള്ള ശ്രമം VD സതീശൻ നടത്തുന്നുണ്ട്. കാരണം ഈ സമ്പൂർണ്ണമായിട്ടുള്ള നേതൃമാറ്റമല്ല, ഇതിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം അതാണ് നമ്മൾ 137 ചലഞ്ചിന്റെ ശബ്ദരേഖയിലും അത് തന്നെയാണ് നമ്മൾ മനസ്സിലായത്. ആ ശബ്ദരേഖ അങ്ങനെ വെറുതെ പുറത്തു വന്നൊന്നുമല്ല, അത് നമുക്ക് ഉറപ്പായിട്ടും ഞാൻ ഇതിനെ ചോദ്യം ചെയ്യുന്ന പാർട്ടി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, കെ സുധാകരൻ അതിന് മറുപണി തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഇവിടെ കോൺഗ്രസിന് പരാജയമുണ്ട് എങ്കിൽ, സംഘടനാ ദൗർബല്യമുണ്ട് എങ്കിൽ അതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ആ കൂട്ടായ ഉത്തരവാദിത്തത്തിൽ എന്നോടൊപ്പം ശ്രീ VD സതീശനും ഉണ്ട് എന്നുള്ള. കാരണം അങ്ങനെയാണ് രാഷ്ട്രീയ കേരളത്തെ കോൺഗ്രസ് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ നേതൃത്വമാണ്, പുതിയ നേതൃത്വമാണ്, ഇവരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സാന്ദർഭികമായി പല ഘട്ടങ്ങളിലും അതെല്ലാം KPCC അധ്യക്ഷൻ പറയുമെന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനങ്ങളിലോ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴോ VD സതീശൻ ഒഴിഞ്ഞതൊഴിച്ചാൽ എല്ലാ കാര്യത്തിലും വളരെ നിർണായകമായ സ്വാധീനം പല പുനഃസംഘടനാ ഘട്ടത്തിലും VD സതീശൻ ഉണ്ടായിരുന്നില്ല. ശരത്ത്, അത് ഒരു കാര്യം കൂടി അതിനെ കൂട്ടിച്ചേർക്കാനുള്ളതാണ്. കാരണം സുധാകരൻ ഞാൻ ഒഴിഞ്ഞാൽ VD സതീശൻ കൂടി ഒഴിയണമെന്ന് മാത്രമല്ല, പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വന്നത്. പിന്നെ അന്ന് MLA-മാരുടെ പിന്തുണ അടിസ്ഥാനത്തിലാണ് VD സതീശൻ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി MLA-മാരുടെ പിന്തുണ കൂടി നോക്കേണ്ടി വരും എന്നൊരു കാര്യം കൂടി അദ്ദേഹം ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് അന്നത്തെ സവിശേഷ കാര്യങ്ങളിൽ രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറഞ്ഞ് VD സതീശനൊപ്പം കൂടി ഗ്രൂപ്പിന് അതീതമായി വന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതേ പിന്തുണ
ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ MLA-യുടെ ഭാഗത്തുനിന്ന് MLA-യുടെ ഭാഗത്തുനിന്നുണ്ടോ ആ പരിശോധന കൂടി നടത്തേണ്ടി വരുമെന്നൊരു വെല്ലുവിളി കൂടി ഹൈക്കമാൻഡിനൊപ്പം നീലിമ ഒരു പുതിയ ഫൈറ്റിൽ നിശബ്ദരായി നിൽക്കുന്ന ഗ്രൂപ്പുകളുമായി പോലും വേണ്ടി വന്നാൽ സന്ധി ചെയ്ത് അവരോടൊപ്പം നിന്ന് മുന്നോട്ട് പോകാനും മടിക്കില്ല കെ സുധാകരൻ. ഒരു ഫൈറ്റിന് ഇറങ്ങിയാൽ അത് VD സതീശനുമായിട്ടുള്ളൊരു ഓപ്പൺ ഫൈറ്റ് അല്ലെങ്കിൽ കുറെ കൂടി എവിഡൻ്റ് ആകാൻ, കുറെ കൂടി പ്രകടമാകാൻ ഒരു സാധ്യത കാണുന്നുണ്ടോ? ഈ എല്ലാ ഗ്രൂപ്പുകൾക്കും അതീതമാണ് പുതിയ നേതൃത്വം എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, കെ സുധാകരൻ്റെ ഈ ഇപ്പോഴത്തെ വരവോടുകൂടി ഈ ഗ്രൂപ്പുകളെല്ലാം ഒന്ന് ഉയർത്തു വരുന്ന ഒരു സാഹചര്യം വരാൻ പോവുകയാണ്. കൃത്യമായ ബാർഗെയിനിങ് പവറുമായി കെ സുധാകരൻ്റെ പിന്നിൽ അണിനിരക്കാനുള്ളൊരു സാഹചര്യം കെ സുധാകരൻ തുറന്നു വച്ചിരിക്കുകയാണ്. പക്ഷേ ആ സ്പേസ് VD സതീശന് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. VD സതീശനേക്കാൾ ഒരു പക്ഷേ അണികൾ ഇഷ്ടപ്പെടുന്നതും MLA-മാർ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതും കെ സുധാകരൻ്റെ ഒപ്പമാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് മനു, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് അവസാനം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പുകൾ കുറേ കൂടി സജീവമാവുകയും ഈ സാഹചര്യം നോക്കി തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്കും വരാം. അവർക്ക് കൂടുതൽ സ്വീകാരനാവുന്നത് സുധാകരനാണോ സതീശനാണോ എന്നൊരു കാര്യമാണ്. പക്ഷേ അവിടെയും KC വേണുഗോപാൽ എന്നതൊരു നിർണായക സ്വാധീന ഘടകവുമാണ്. പക്ഷേ ഈ ഗ്രൂപ്പുകൾ വളരെ സജീവമാകും. രമേശ് ചെന്നിത്തല നിർണായകമാകും. കെ മുരളീധരൻ പോലുള്ള നേതാക്കളുടെ റോള് ഇവരാർക്കൊപ്പം നിൽക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് ഇതുവരെ അവർ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരുമയുടെ പുറമേക്കെങ്കിലും ഉണ്ടായിരുന്നൊരു നേതൃത്വം എന്നത് രണ്ട് ചേരിയിലേക്ക് വളരെ കൃത്യമായി ഇന്നത്തെ ഈ ദിവസത്തോടെ മാറി ആണോ? തീർച്ചയായും ഒരു സംശയം വേണ്ട, മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഞാൻ പറയുന്നത് ഇനിയിപ്പം സുധാകരൻ തുടർന്നാലും ഇല്ലെങ്കിലും ഓക്കെ, എന്ത് പൊസിഷനിൽ നിന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വരും ദിവസങ്ങൾ ശുഭകരമല്ല എന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ ആലപ്പുഴയിൽ കേട്ട ഈ മുള്ളും മലരുമൊക്കെ വരും ദിവസങ്ങളിൽ പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് മൈക്ക് ഓണാക്കി വെച്ചാൽ ഇനി ധാരാളം കേൾക്കാൻ കഴിയും. കാരണം അടിയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്, ഒരു സംശയവും വേണ്ട. അത് തന്നെയാണ് എനിക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. ഏതായാലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനിരിക്കുന്നു. സംഘടനാപരമായിട്ടുള്ള ഭിന്ന നിലപാടുകൾ കസേര പിടിച്ചെടുത്ത് ഇന്ന് KPCC പ്രസിഡന്റായി കെ സുധാകരൻ വീണ്ടും ഇന്ദിരാഭവനിലേക്ക് എത്തിയ സാഹചര്യം, വളരെ വേദനയോടെ അവിടേക്ക് എത്താതിരുന്ന MM ഹസൻ, വലിയ തോതിൽ വിയോജിപ്പോടെ മാറി നിൽക്കുന്ന VD സതീശൻ, ഇതൊക്കെ നൽകുന്ന ഒരു രാഷ്ട്രീയ അടയാളമുണ്ട്, ഒരു സൂചനയുണ്ട്. അത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ എങ്ങനെ തുടർന്നങ്ങോട്ട് ബാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വളരെ ഗൗരവമായ ഒരു വഴിമരുന്നിട്ട ദിവസമാണിത്. അത്ര വിചിത്രമായിട്ടുള്ളൊരു രാഷ്ട്രീയ കാഴ്ചയാണെന്ന് ഇന്ദിരാഭവനിൽ നിന്ന് കാണാനായത്. വി ദ പീപ്പിൾ നാളെ കാണാം ഇതേ സമയം.